നമസ്കാരം. ജനുവരി 20 ശനിയാഴ്ച ചന്ദ്രൻ മേടരാശിക്ക് ശേഷം ഇടവം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ധനുരാശിയിൽ ബുധനും ശുക്രനും കൂടിച്ചേരുന്നതിനാൽ ലക്ഷ്മി നാരായണ യോഗവും ഉണ്ടാകുന്നതാണ്. കൂടാതെ പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 10-ാം തീയതിയാണ് ഇന്ന്. ഈ ദിവസം ലക്ഷ്മി നാരായണ യോഗം, ശുക്ലയോഗം, കാർത്തിക നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നതാകുന്നു. അതിനാൽ ഈ ദിവസങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് ഇന്ന് പ്രത്യേകിച്ചും ഐശ്വര്യയോഗങ്ങളുടെ ഗുണം ലഭിക്കുന്ന ദിവസങ്ങൾ തന്നെയാകുന്നു. ഈ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും മെച്ചപ്പെട്ട പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാകുന്നു. ശനിദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നേടാൻ പോകുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇടവം ജനുവരി 20 ഇടവം രാശിക്കാർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാകുന്നു. ആദ്യത്തെ രാശി ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് ഇത്. ഇടവം രാശിക്കാർക്ക് ശനിദേവൻ മൂലം സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുന്ന ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് വിഷമങ്ങൾ നേരിട്ടു എന്നത് വാസ്തവം തന്നെയാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള ജോലികൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതായത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ നിങ്ങൾക്ക് വളരെയധികം ബഹുമാനം ലഭിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാകാം. പക്ഷേ മറ്റുള്ളവരിൽ നിന്നും പിന്തുണയും അതേപോലെ തന്നെ ബഹുമാനവും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവരിൽ നിന്നും പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. പങ്കാളിത്ത ബിസിനസ് അഥവാ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് ലാഭം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തിക സ്ഥിതി ശക്തമായി മാറും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അതിന് അനുകൂലമായ സമയം തന്നെയാണ് ഇപ്പോൾ. കൂടാതെ ഈ ദിവസങ്ങളിൽ ലാഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം അഥവാ വരുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. കുടുംബജീവിതം, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾ, തർക്കങ്ങൾ പരിഹരിക്കുവാനും സന്തോഷകരമായി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലേക്ക് സന്തോഷം നിറയുന്ന അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പറയുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് ശുഭകരമായ ദിവസം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇവർക്ക് ശുഭകരമായ ചില വാർത്തകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിക്ഷേപത്തിൽ നിന്നും വളരെയധികം പ്രയോജനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന ധനം, പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന അവസരം കൂടിയാണ് ഇത്. കൂടാതെ ശനിദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. എതിരാളികളെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. കൂടാതെ ജോലി ചെയ്യുമ്പോൾ അത് കൃത്യമായി തന്നെ ചെയ്യുവാൻ, കൃത്യമായ സമയത്ത് തന്നെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ആ വിഷമതകൾ ഒഴിഞ്ഞ് പോകുന്നതുമാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. പൊതുവെ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം അനുകൂലമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം.
തടസ്സങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ മാറുവാൻ ആൽമരത്തിൽ വെള്ളമൊഴിച്ച് 4 മുഖ വിളക്ക് തെളിയിക്കുക എന്ന കാര്യം ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ ശനിദേവന് ശനിയാഴ്ച ദിവസം കറുത്ത എള്ള് സമർപ്പിക്കുന്നതും രാവിലെയും വൈകുന്നേരവും ഓം ശനൈശ്വരായ നമഃ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. ഇക്കാര്യം ഈ രാശിക്കാർ പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു രാശി തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദിവസങ്ങൾ തന്നെയാണ് ഇത്. പ്രധാനമായും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിലാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വിദ്യാഭ്യാസം, ബിസിനസ്, അതേപോലെ കർമ്മമേഖല നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന അവസ്ഥയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കൂടാതെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് പ്രതിരോധിക്കുവാൻ സാധിക്കും. ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. പൂർണ്ണ ആരോഗ്യവാനായി തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ പ്രവർത്തന ശേഷിയും അതേപോലെ തന്നെ കഠിനാധ്വാനവും മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങൾക്ക് ഇത് വളരെയധികം നേട്ടങ്ങൾ കൂടി സമ്മാനിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ നിങ്ങൾക്ക് ഓരോ വ്യക്തികളുമായി ഉണ്ടായിരുന്ന പരിചയങ്ങൾ വളരെയധികം വർദ്ധിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ധനപരമായ നേട്ടത്തിനും മനസമാധാനം വർദ്ധിക്കുന്നതിനും സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ശനിദേവന് ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുക. എല്ലാ ശനിയാഴ്ചയും മാവും കറുത്ത എള്ളും പഞ്ചസാരയും കലർത്തി ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകുക അതിവിശേഷമാണ്. കൂടാതെ കടുകെണ്ണ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും നൽകി സേവിക്കുന്നതും ശുഭകരമാകുന്നു. 2 പരിഹാരങ്ങളിൽ 2ഉം ചെയ്യുന്നത് ഉത്തമമാണ് എങ്കിൽ പോലും എവർക്കും ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരെണ്ണമെങ്കിലും ചെയ്യുക. സർവ്വ ഐശ്വര്യം തന്നെ ഇരട്ടിയായി തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. മറ്റൊരു രാശി ധനു രാശിയാകുന്നു. ധനുരാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായ ദിവസം തന്നെയാകുന്നു. ധനുരാശിക്കാർക്ക് ഭാഗ്യം അനുകൂലമാകുന്നു എന്ന പ്രത്യേകതയാണ് വന്നു ചേരുക. എല്ലാ മേഖലകളിലും ഇത് പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കുകയും ആ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ കൈവരുന്നതാകുന്നു. ബിസിനസ് അതിവേഗം അഭിവൃദ്ധിപ്പെടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. കൂടാതെ നിങ്ങൾ വളരെ സന്തോഷവാനായി തീരുകയും ശനിദേവന്റെ കടാക്ഷത്താൽ സാമ്പത്തികപരമായും മനസമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം തന്നെയാണ് ഇത്. നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തുവിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ലാഭകരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും.